നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ശരിക്കും ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കഷ്ടിച്ച്. അപ്പോൾ ഈ അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ കത്ത് എപ്പോഴാണ് ചെന്നത്? ടെലിഫോണിലാണ് ബൽറാം ഉള്ളത്, പറയൂ. എസ്.കെ.എൻ. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നത്. നേരത്തെ 2 തവണ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് കത്തയച്ചിരുന്നത്. ഈ കത്തുകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ കത്തുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നൽകണം എന്നുമാണ് ഈ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ദയാധനത്തിനായുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്നും അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിലുള്ള സഹായങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കത്ത് ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി അയച്ചു നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ 63ാമത്തെ ഐറ്റമായാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഹർജിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഈ മാസം 16 എന്ന റിപ്പോർട്ടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണമോ യാതൊരു വിധത്തിലുള്ള പ്രതികരണമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണവും നാളെ കോടതിയിൽ ഉണ്ടാകും. എസ്.കെ.എൻ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കത്തയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.